അനു എണീക്ക്. കുഞ്ഞു കരയുന്നു. പനി കൂടിയെന്ന് തോന്നണേ. എണീറ്റ് മരുന്ന് കൊടുക്ക്. മോനിപ്പോ കരഞ്ഞു? കരഞ്ഞിരുന്നു. നീ എണീറ്റപ്പോ നിർത്തിയതാവും. എന്താ പറ്റി രാജുവേട്ടന്? മോൻ മരിച്ചവൻ ഡോക്ടറോട് ചോദിക്ക, കരയാത്ത മോന്റെ കരച്ചിലേക്ക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ഒരു മോനല്ലേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഇന്നലെ പരിചയപ്പെട്ടതല്ല. സംസാരത്തിലോ നോട്ടത്തിലോ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ പോലും നമുക്ക് രണ്ടാൾക്കും മനസ്സിലാവും. നമുക്ക് മോൻ ജനിച്ച മുതൽ ഞാൻ ശ്രദ്ധിക്കുക, രാജുവേട്ടന് എന്തോ ഒരു വല്ലാത്ത മാറ്റം ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. ഇനി ഇത് ഒറ്റയ്ക്ക് മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സത്യം ഞാൻ മറച്ചു വെച്ചു. നീ അന്ന് 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരുന്നു, ഇരട്ട കുട്ടികളെ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചെയ്തത് തെറ്റാ. ഒരു നിലയ്ക്ക് നോക്കിയ വലിയൊരു ത്യാഗവും. അന്ന് നിന്റെ കൂടെ ലേബർ റൂമിലുണ്ടായിരുന്ന സ്ത്രീയില്ലേ, അവരുടെ 4ാമത്തെ കുഞ്ഞും പ്രസവത്തിൽ നഷ്ടപ്പെട്ടു. അതറിഞ്ഞ ഒരുപക്ഷെ അവർ മരിച്ചു പോവും. അതല്ലെങ്കിൽ ഒരു ഭ്രാന്തിയായിട്ട് മാറും. ആകെ തകർന്ന മനുഷ്യൻ. അവരുടെ ഭർത്താവ് എന്റെ മുന്നിലിരുന്ന് കരഞ്ഞു. ഡോക്ടറിന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു. ഭ്രാന്തിയിൽ നിന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാനിത് ചെയ്തു. അവര് പ്രസവിച്ചെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആ കുഞ്ഞ് നമ്മുടെ മോന. നിങ്ങൾ എന്റെ കുഞ്ഞ് വിറ്റു. അനോ, മനസ്സിലായി. അന്ന് ഹോസ്പിറ്റൽ ബില്ല് എത്രയാന്ന് ചോദിച്ചപ്പോൾ രാജുവേട്ടൻ മാറി. സ്കൂട്ടർ കിട്ടിയത് 699 രൂപയ്ക്കാണെന്ന് കള്ളം പറഞ്ഞു. എല്ലാം എൻ്റെ കുഞ്ഞ് വിറ്റിട്ടാണ്. അങ്ങനെ പറയരുതനു. ഞാൻ കാണിച്ച മനുഷ്യത്വമാണ്. അല്ല, മനുഷ്യത്വം തീരെയില്ലാത്തവരാണ് നിങ്ങൾ. ഒരമ്മയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത്. എല്ലാം വിട്ട് നിങ്ങളോടൊപ്പം ഇറങ്ങിയോളല്ലേ ഞാൻ. എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി എല്ലാവരെക്കാളും വലുത് നിങ്ങളാണെന്ന് തെളിയിച്ചോളല്ലേ ഞാൻ. എൻ്റെ വിശ്വാസം, സ്നേഹം എല്ലാം ഈ നിമിഷം നഷ്ടപ്പെട്ടു. വേണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട. അനു, 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 നമ്മുടെ മോനെ കിട്ടി. അനു, 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 നമ്മുടെ മോൻ. നമ്മുടെ മോൻ നോക്ക്, കണ്ടോ? അനു, നമ്മുടെ മോൻ. അമ്മ, അമ്മ, കുട്ടിയെ മോൻ കൊണ്ടുപോകും. എന്റെ തെറ്റുകൾക്കൊന്നും മാപ്പില്ലെന്നറിയാം. സ്വാർത്ഥത കൊണ്ട് കണ്ണ് കാണാതായിപ്പോയി. ഈ 7-8 മാസം എന്റെ ഭാര്യയ്ക്ക് അവൾ അർഹിക്കാത്ത സന്തോഷം കിട്ടി. അത് മതി. മറ്റുള്ളവരിൽ നിന്നും തട്ടിയെടുത്ത സൗഭാഗ്യം കൊണ്ടല്ല നാം സന്തോഷിക്കേണ്ടത്. വേഷം കെട്ടി അച്ഛനമ്മമാരുടെ കൂടെ അല്ല അവൻ വളരേണ്ടത്. ഇവിടെയാണ്, ഈ വീട്ടിലും മുറ്റത്തുമാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് അവനെ പറിച്ചു തരാൻ എനിക്ക് വിഷമമുണ്ട്. ഉച്ച കഴിയുമ്പോ മോൻ ഉറങ്ങും. ആ നേരത്ത് അവളൊന്ന് മയങ്ങും. അപ്പ വന്നാ മോനെ കൊണ്ടുവരാൻ. ഉറങ്ങില്ലേ? കിടന്നു നോക്കി, എന്തോ ഉറക്കം വരുന്നില്ല. ഉറങ്ങിക്കോ. പതിവ് തെറ്റിച്ച് നീ തലവേദനയൊന്നും വരുത്തണ്ട. ഞാൻ പകലുറങ്ങുന്നതിനെ കളിയാക്കുന്ന ആളാണോ ഈ പറയുന്നത്? അതല്ല, ദേവി എന്നിരുന്ന് ഉറങ്ങാം. ഉറങ്ങാൻ തോന്നണ്ടേ?
ഇങ്ങോട്ട് വന്നിരിക്കൂ. ഒറ്റയ്ക്കേ ഉള്ളൂ? മോനെ കൊണ്ടുവന്നില്ലേ? അല്ല, ഞാനിതുവഴി പോയപ്പോ. ഓ നന്നായി, ഞാൻ ഇന്നും കൂടി ഓർത്തതേ ഉള്ളൂ. ആ ഇവിടെ ഉണ്ടായ കാര്യമല്ലോ അറിഞ്ഞോ? ഇതിപ്പോ എന്റെ 2ാമത്തെ ജന്മമാണ് അനുപമ. മരിച്ചിട്ട് ജീവിച്ചു എന്ന് പറയാം. ഒരു ഭ്രാന്തൻ ഈ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന ദുഷ്ടന്മാരില്ലേ, അങ്ങനെ ഒരുത്തൻ ഇവനെ എന്റെ കണ്ണിന്റെ മുൻപിൽ നിന്ന് എടുത്തോണ്ട് പോയി. ദൈവമാണ് തിരിച്ചുകൊണ്ട് ഏൽപ്പിച്ചത്. അല്ലെങ്കിൽ അനുപമ എന്നെ ഇങ്ങനെ കാണില്ലായിരുന്നു. എത്ര കാലത്തെ വഴിപാടിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് ഇവനെന്നറിയോ? ഒരാള് വീട്ടിൽ വന്ന ഇങ്ങനെയാണോ ദേവി? കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാതെ? അയ്യോ, ഞാനതങ്ങ് മറന്നു. വേണേട്ടൻ എപ്പോഴും പറയും മോനുണ്ടായ പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്ന്. നമ്മൾ അമ്മമാർക്കല്ലേ അതറിയൂ, അല്ലേ അനുപമേ? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. കൊണ്ടുപോയിക്കോളൂ. അനുപമ എവിടെ? കണ്ണനെന്നു പേര് ദേവതിനാലും ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. അഫ്ന, എന്താ? നന്നായിരുന്നു. താങ്ക് യു. ചേട്ടനും ചേച്ചിമാരുടെ കമന്റ്സ് കേൾക്കാം. വിവേകേട്ടാ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു തീമായിരുന്നു. പക്ഷെ ഫസ്റ്റ് തുടങ്ങിയ കുറച്ച് പാർട്ട് നമ്മളെ ജയറാമിന് ഇമ്പോർട്ടൻസ് പോയതുപോലെ എനിക്ക് തോന്നി. ബാക്കി തീമും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു പാർട്ട്, ആ സിനിമയുടെ ഒരു പാർട്ട് എടുത്തതും ഒക്കെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, എല്ലാമായിരുന്നു. പക്ഷെ എനിക്കതിൽ ചെറിയ 2-3 പോയിന്റ്സ് എനിക്ക് തോന്നി കഴിഞ്ഞാൽ അഫ്നയുടെ മുഖത്ത് ആ ഒരു എന്താ പറയുക, ആ ഒരു വിഷമം, ആ ഒരു കുഞ്ഞിനെ പെടുന്ന കാര്യം, അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് മറ്റേ ജയറാമേട്ടൻ പറയുമ്പോഴത്തേക്കും ആ മഞ്ജു ചേച്ചിയുടെ മുഖത്ത് വരുന്ന ആ ഒരു വിഷമം, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ അഫ്നയുടെ മുഖത്ത് കണ്ടില്ല. അപ്പോൾ അതുപോലുള്ള വിഷമം, അത് ചെറിയ ചെറിയ മിസ്റ്റേക്സ്. കാരണം അഫ്നയുടെ ഈ പ്രായത്തിൽ ഉള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും മറ്റേ അഫ്ന ചെയ്ത് ഒട്ടും ശരിയായില്ല, അങ്ങനെ ഒന്നും അല്ല പറയണത്. അഫ്ന ചെയ്തതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ആ ഡയലോഗ്സ് ഒക്കെ കാണാതെ പഠിച്ച് പറയാന്നുള്ളത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ പ്രായത്തിലൊക്കെ. അപ്പോൾ അതൊക്കെ അഫ്ന വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. പക്ഷെ ആ ഒരു വിഷമം കൂടെ മുഖത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മളും കൂടെ കരഞ്ഞു പോയേനെ. കാരണം അത്രയും നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സീൻസാണ് അതൊക്കെ. ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ വന്നവരെല്ലാം വളരെ പക്കയായിട്ട് ചെയ്തു. എല്ലാം വളരെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം അവർ പക്കയായിട്ട് ചെയ്തു. താങ്ക് യു വിവേകേട്ടാ. അമ്മു? ചെയ്ത പാർട്ട് വളരെ നന്നായിരുന്നു. പിന്നെ എനിക്കും വിവേകേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഫസ്റ്റ് പാർട്ട് ഒബ്വിയസ്ലി ജയറാമേട്ടൻ ആയിട്ട് ചെയ്ത, എന്താ പേരെന്താ, ചുമ്മാ മാസായിരുന്നു. കാരണം അത്രയും ഒരിക്കലും അഭിനയിക്കുവാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുവാണെന്നുള്ളൊരു ഫീൽ ഒട്ടും കിട്ടിയില്ല. ഭയങ്കര നാച്ചുറലായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചെയ്ത പാട്ട് സൂപ്പർ. എനിക്ക് അതാ അഫ്നയ്ക്ക് ആ ചേട്ടനുമായിട്ട് അഫ്നയും ചേട്ടനും നിൽക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം പോകുന്ന ചേട്ടൻ്റെ മേലേക്കാണ്. അപ്പോൾ അഫ്ന അങ്ങനെ ഡ്രോപ്പ് ആവരുത്, ഒരിക്കലും ഇനി അങ്ങനെ ഉണ്ടാവരുത്. ഓക്കെ, കാരണം അഫ്നയ്ക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല. അഫ്ന ഇതിനു മുമ്പ് അടിപൊളി പെർഫോമൻസസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് എന്താ പറ്റിയത് എനിക്കറിയില്ല. മേ ബി ഇന്നത്തെ ദിവസത്തിൻ്റെ ആയിരിക്കാം. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇനിയുള്ള റൗണ്ടിൽ അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ രണ്ടുപേരുടെയും പാട്ടും വളരെ നല്ലതായിരുന്നു. നിങ്ങൾ ചെയ്തതും നമുക്ക് നല്ല ഇഷ്ടമായി. അറ്റ് ലാസ്റ്റ് കൊടുത്തിട്ട് പോകുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്തെ ആ ഒരു റിയാക്ഷൻ നല്ലതായിരുന്നു. അഫ്ന ലാസ്റ്റ് പാർട്ട് നന്നായിട്ട് ചെയ്തു. നിങ്ങൾ എല്ലാവരും ഒരു തിയേറ്റർ ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ആണോ? എല്ലാവരും ഒരു ഗ്രൂപ്പാണ്. ഏതാ ഗ്രൂപ്പിന്റെ പേരെന്താ? ഞങ്ങൾ V7 ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. പിന്നെ ബാക്കി സ്വാഭാവിക ചേച്ചി പറയും. അഫ്ന ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അഫ്നയ്ക്ക് കുറേ കഴിവൊക്കെ ഉണ്ട്. സോ അതെന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളത് ഒരു ആവശ്യം എനിക്കിവിടെ തോന്നി. ലിപ്സിങ്കിങ്ങിൽ മോള് ബ്രില്യൻ്റ് ആണ്. അപ്പം എനിക്ക് തോന്നി ഓൺ വോയിസ് ട്രൈ ചെയ്യേണ്ടായിരുന്നു. ഇപ്പം മോഡുലേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മോൾ കൊച്ചു കുട്ടിയാണ്, അതിൽ ഇനിയും വർക്ക് ചെയ്യണം എന്ന് ഒരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഓൺ വോയിസ് ട്രൈ ചെയ്യേണ്ടായിരുന്നു. ആ ലിപ്സിങ്ക് ചെയ്താൽ മതിയായിരുന്നു.
അപ്പോൾ കുറേ കൂടിയൊക്കെ എക്സ്പ്രഷൻസ് ഇപ്പം എനിക്ക് തോന്നി മോൾക്ക് ഡയലോഗ് ഓർക്കണം, ടൈമിംഗ് മാച്ച് ചെയ്യണം, ഇതൊക്കെ കൊണ്ടായിരിക്കാം ഫേസ് ഡൗൺ ആയിപ്പോയി, എക്സ്പ്രഷൻ ഡൗൺ ആയിപ്പോയത്. അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് അങ്ങനെ മോശമാക്കുന്ന ഒരു കുട്ടിയെ അല്ല അഫ്ന. ഇന്നിപ്പോൾ പറ്റിയത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോൾക്ക് ഡയലോഗ് ഓർക്കണം, ടൈമിംഗ് ഓർക്കണം, പൊസിഷൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സ്ട്രെസ്ഡ് ആയിരുന്നു. സോ മോം ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി ഇന്ന്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്.